ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ പ്ലേറ്റിൽ കഴിക്കാം. ഇന്ന് പൊതിഞ്ഞെടുത്ത പൊതിച്ചോറ് കഴിക്കാൻ ഒരു പൂതി. പൊതികളോ ആഗ്രഹങ്ങളൊന്നും വച്ചേക്കരുത്, അപ്പം തന്നെ തീർക്കണം. ഉപ്പേരിയായിട്ട് വെക്കുന്നത് ബീട്രൂട്ടിന്റെ ഉപ്പേരിയാണ്. രാവിലെ എന്തെങ്കിലും പോകാനുള്ളതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ആക്കി വെക്കും. മാന്ത ഇപ്പൊ പൊരിച്ചതാണേ, നല്ല വലിയ മാന്ത പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫേവറേറ്റ് തേങ്ങാ ചമ്മന്തി. തേങ്ങാ ചമ്മന്തി ഇല്ലാതെ ഒരു പൊതിച്ചോറാവൂല്ലോ. പിന്നെ നല്ല സോയാബീൻ വറുത്തരച്ച കറി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി വെച്ച് കോയമുട്ടി കൂടി അങ്ങോട്ട് വെച്ചപ്പോൾ എൻ്റെ പൊതിച്ചോറ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. കാണാൻ തന്നെ എന്തൊരു ചന്താലേ. ഇനി എനിക്കറിയാത്ത പരിപാടിയാണ് പൊതിയ. ഇതെനിക്ക് ഒട്ടും അറിയില്ല. എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ച് ഒരു പൊതിച്ചോറ് പൊതിയുന്ന ഏകദേശ രൂപത്തിലാക്കി എടുത്തു. പിന്നെ നമുക്കാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് തുറന്നപ്പോൾ എൻ്റെ ദൈവമേ, ആ മണ്ണങ്ങനെ അടിക്കായിരുന്നു ഗൈസ്. ഋതുസിന്റെ പൊതിച്ചോറിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, 2 മീൻ, ഇത്തിരി ചമ്മന്തി. ഈ മീനും ചമ്മന്തി ഒരു ലുക്കിനിട്ടതാണ്. ഇനി നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തുടങ്ങി, ഋതു തുടങ്ങി. പിന്നെ ഇങ്ങേർക്ക് ചോറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര കാട്ടിലും വായ തുറക്കൂല. മീനിന് വായ തുറക്കും. എന്തായാലും ഋതുസിന് ഇഷ്ടമായി. വീട്ടിൽ വാഴുള്ളവരും അയൽപക്കത്ത് വാഴുള്ളവരും ഒന്ന് ഇത് ട്രൈ ചെയ്തൊക്കെ നല്ലതാ. നല്ല നൊസ്റ്റാളജിക്കൽ സാധനമാണ്. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.